ഈ ആധുനിക കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മറ്റൊരു പുതിയ സൗകര്യമാണ് ഇന്ന് സർവ്വവ്യാപകമായി ജനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന AI സംവിധാനങ്ങൾ. അത് ജനങ്ങൾക്കിടയിൽ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വികസിക്കുകയും അതിന്റെ പരിപൂർണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഒരുവൻ അതിനെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുകയാണ് എങ്കിൽ മുൻപ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് മസാലിഹുകൾ, ദുനിയവിയായ നന്മകൾ ഇത്തരം സംവിധാനങ്ങളിലുണ്ട്. എന്നാൽ ഇത്തരം വിഷയങ്ങൾ ഉപയോഗിക്കുമ്പോൾ, ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പണ്ഡിതന്മാർ ഉണർത്തിയ ചില കാര്യങ്ങളും. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്തരം AI സംവിധാനങ്ങളോട് ദീനിയായ വിഷയങ്ങളിൽ ഫത്വ ചോദിക്കുക എന്നുള്ളത്. ഇന്ന് ജനങ്ങൾ എത്രത്തോളം എന്നാൽ ഇത് ഉപയോഗപ്പെടുത്തി പുതുതായ വിഷയങ്ങളിൽ വരെ ഫത്വകൾ ഇത്തരം AI സംവിധാനങ്ങളോട് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ചിലരൊക്കെ പറയാൻ തുടങ്ങി, ഇനി ഒലമാക്കളിലേക്ക്, ഉസ്താദുമാരിലേക്കൊന്നും ആവശ്യമില്ല, ഒരൊറ്റ ക്ലിക്ക് കൊണ്ട്, ഒരൊറ്റ അമർത്തൽ കൊണ്ട് ഇതാ പുതിയ പുതിയ വിഷയങ്ങളിലുള്ള ഫത്വകൾ, അതിന്റെ നിയമങ്ങൾ അത് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കണം. പിന്നെ പണ്ഡിതന്മാരുടെ ആവശ്യമില്ല, ഉസ്താദുമാരുടെ ആവശ്യമില്ല, പഠിക്കേണ്ട ആവശ്യമില്ല, എല്ലാം വിരൽത്തുമ്പിൽ എത്തി നിൽക്കുകയാണ് എന്ന് വരെ ആളുകൾ ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കും. സഹോദരങ്ങളെ, പണ്ഡിതന്മാർ താക്കീത് ചെയ്ത, വഴിപിഴച്ചു പോകുവാൻ കാരണമാകുന്ന പാടില്ലാത്ത കാര്യമാണ് ഇത്തരം നിർമ്മിത ബുദ്ധികളോട് ദീനീ വിഷയങ്ങൾ ചോദിക്കുകയും അതിൽ പോയി ദീനീ വിഷയങ്ങളുടെ അഹ്കാമുകൾ, നിയമങ്ങൾ തെരയുകയും ചെയ്യുകയും, പ്രത്യേകിച്ചും പുതുതായി ഉണ്ടാകുന്ന വിഷയങ്ങൾ. കാരണം ഇത്തരം സംവിധാനങ്ങൾ ചെയ്യുന്നത് എന്തുമാത്രമാണ്? ഇന്ന് ഇന്റർനെറ്റിലുള്ള ഒരുപാട് വെബ്സൈറ്റുകളിലുള്ള ഫത്വകളൊക്കെ ക്രോഡീകരിച്ച് ഇവന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുക മാത്രമാണ് ഇത്തരം സംവിധാനങ്ങൾ ചെയ്യുന്നത്. അതിൽ ഖൈറുണ്ടാകും, ഷർറുണ്ടാകും, ശരിയുണ്ടാകും, തെറ്റുണ്ടാകും, നന്മയുണ്ടാകും, തിന്മയുണ്ടാകും. ആ ക്രോഡീകരിച്ച് തരുന്ന മുന്നിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഫത്വകൾ ചിലപ്പോൾ സ്വീകാര്യയോഗ്യമല്ലാത്ത സൈറ്റുകളിൽ നിന്നും, പിഴച്ച ആളുകളുടെ സൈറ്റുകളിൽ നിന്നും കൊണ്ടുവരുന്ന ഫത്വകളായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ജാഗ്രതയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. ആ ഫത്വകളിൽ ചിലപ്പോൾ ചില പണ്ഡിതന്മാർ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ചില ഫത്വകൾ, ചില ഇബാറത്തുകൾ, ചില വാക്കുകൾ അവർ കൊണ്ടുവരും. ചിലപ്പോൾ സത്യത്തിൽ ആ പണ്ഡിതൻ അങ്ങനെ പറഞ്ഞിട്ട് പോലും ഉണ്ടാവുകയും. ഇതാണ് ഇത്തരം നിർമ്മിത ബുദ്ധികളുടെ, ഇത്തരം AI സംവിധാനങ്ങളുടെ യാഥാർത്ഥ്യത. പ്രത്യേകിച്ച് പുതിയ വിഷയങ്ങൾ അതിൽ ഫത്വ പറയുമ്പോൾ പരിഗണിക്കപ്പെടേണ്ട ഒരുപാട് വശങ്ങളുണ്ട്. യഥാർത്ഥത്തിലുള്ള അടിസ്ഥാനപരമായ വിധിയിൽ നിന്ന് വ്യത്യസ്തമായ വിധിയായിരിക്കും ചിലപ്പോൾ അതിന്റെ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുണ്ടായിരിക്കുക. അപ്പൊ പരിപൂർണമായി ഇത്തരം ഫത്വകളിൽ അവലംബിക്കുവാൻ, അതിലേക്ക് ഫത്വ തേടിപ്പോകുവാൻ, ദീനിന്റെ കാര്യത്തിൽ ഗുണകാംക്ഷ അത് പ്രതീക്ഷിക്കുന്ന ഒരുവൻ ചെയ്യുവാൻ പാടില്ല. പ്രത്യേകിച്ച് പുതിയ പുതിയ വിഷയങ്ങളിൽ ഫത്വക്ക് വേണ്ടി ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ താക്കീത് ചെയ്തതായി കാണാൻ സാധിക്കും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫസ്അലൂ അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങൾ അഹ്ലു ദിക്റിനോട് ചോദിച്ചുകൊള്ളുക. ആരാണ് അഹ്ലു ദിക്ർ? ദീനിന്റെ വിഷയത്തിൽ ഇരുത്തം വന്ന പണ്ഡിതന്മാരാണ്. ദീനിന്റെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അറിവുള്ള ഉലമാക്കളാണ് അവർ, നിർമ്മിത ബുദ്ധികളല്ല, ഇത്തരം ആധുനിക സൗകര്യങ്ങളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ സഅലു ഇദാ ലം യഅലമു, അവർക്കറിയില്ല എങ്കിൽ അറിവുള്ളവരോട് അവർ ചോദിക്കട്ടെ. ഇന്നമാ ശിഫാഉൽ ഐ അസ്സുആൽ, അറിവില്ലായ്മ എന്ന രോഗത്തിനുള്ള ശിഫ, രോഗശമനം എന്നാൽ അറിവുള്ളവരോട് ചോദിച്ചു പഠിക്കല. ഇരുത്തം വന്ന പണ്ഡിതന്മാർ, ദീനിന്റെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന മതവിദ്യാർത്ഥികൾ, ഇവരിൽ നിന്നാണ് നമ്മൾ അറിവ് പഠിക്കേണ്ടതും സ്വീകരിക്കേണ്ടതും.